കോട്ടയം ജില്ലയിലെ അതിപ്രശസ്തമായ വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം. വൈക്കം നഗരഹൃദയത്തിൽ 10 ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമായാണ് വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോടൊപ്പം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. അസുര തപസ്യായ ഖരനാൽ ചിദംബരത്തു നിന്നും കൊണ്ടുവരപ്പെട്ട വിശേഷ ശിവചൈതന്യം താന്ത്രിക സമ്പ്രദായമനുസരിച്ച് ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയത് മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ ശ്രീ പരശുരാമനാണെന്നാണ് ഐതിഹ്യം. പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് കരുതപ്പെടുന്നു. പ്രതിഷ്ഠാ സന്ദർഭത്തിൽ പരശുരാമൻ നടത്തിയ പാലഭിഷേകവും പ്രാതൽ എന്ന രൂപത്തിൽ നടത്തിയ മൃഷ്ടാന ഭോജനവും വൈക്കത്തപ്പൻ്റെ വിശേഷ അനുഷ്ഠാനമായി കാലാന്തരത്തിൽ മാറി. പ്രാതൽ എന്ന അനുഷ്ഠാനം നിലവിൽ വന്നതോടെയാണ് ശ്രീ വൈക്കത്തപ്പൻ അന്നദാന പ്രഭു എന്ന പേരിൽ അറിയപ്പെടുന്ന ആദി ഈശ്വര സങ്കല്പമായി വിഖ്യാതനായത്. വൈക്കത്തപ്പന് പ്രാതൽ വഴിപാട് സമർപ്പിക്കുന്നതും ഭക്തി ബഹുമാനത്തോടു കൂടി പ്രാതൽ കഴിക്കുന്നതും ഒരേപോലെ അനുഗ്രഹദായകമാണെന്നാണ് വിശ്വാസം. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. വൃശ്ചിക മാസത്തിലെ കറുത്തപക്ഷത്തിലെ നവമി ആറാട്ടായുള്ള ഉത്സവവും അതിനിടയിൽ വരുന്ന വൈക്കത്തഷ്ടമിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. വൈക്കത്തഷ്ടമി ആഘോഷിക്കുന്നതിനായി ധാരാളം ഭക്തരും ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി എത്തുന്നു. അഷ്ടമി ദിവസം ദർശനം നടത്തിയാൽ ദുഃഖങ്ങൾ അകന്ന് അഭീഷ്ടസിദ്ധിയും വിജയവും ലഭിക്കുമെന്നാണ് വിശ്വാസം. വേമ്പനാട്ട് കായലിൻ്റെ തീരം ചേർന്ന് ഭക്തർക്ക് അനുഗ്രഹങ്ങൾ നൽകി നിലകൊള്ളുന്നു വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം.